3 മലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ പൊൻവനം. ഈ വനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇവിടെ മനുഷ്യരുണ്ടെങ്കിലല്ലേ പേര് ചോദിക്കാൻ പറ്റുള്ളൂ. മനുഷ്യരാരും തന്നെ ഇല്ല. സത്യം പറയാല 2 രാത്രി പേടിച്ച് വിറങ്ങലിച്ച് ഉറക്കമൊന്നും ഉണ്ടായില്ല ശരിക്കും സത്യത്തിൽ. അപ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കണ്ടായില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ സപ്പോസ് ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നടുക്കാട്ടിലെത്തിയപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ കാടൊക്കെ ഒന്ന് പുറം ലോകം കാണിക്കണം എന്ന്. അതായത് നമ്മൾ ഒരുപാട് ടൂറുകൾ പോകുന്നുണ്ടാവും, പക്ഷേ ആ ടൂറിലൊന്നും വലിയ സന്തോഷം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ID നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരുപാട് ടൂർ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒറ്റയ്ക്കുള്ളൊരു യാത്ര 3 രാത്രി ഞാൻ 3 രാത്രി 2 പകൽ സഞ്ചരിച്ചാണ് ഇപ്പം ഞാനിവിടെ എത്തിയിട്ടുള്ള. സത്യത്തിൽ ഒരു രസം ഉണ്ട്, ഉള്ളിൽ പേടിയുണ്ട്. എങ്കിലും എന്തോ ഇപ്പം ഞാനിപ്പോൾ 3 മലകൾക്ക് നടുവിലാണ് ഈ സഞ്ചാരത്തിനിടയിൽ. ഇനി എത്ര ദിവസം എടുക്കും ഞാൻ ഈ കാട്ടിൽ നിന്ന് പുറത്ത് വരാമെന്ന് പറയാൻ പറ്റില്ല. ഈ കാട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. സപ്പോസ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അധികം കുസ്തി പിടിക്കുന്നില്ല. ഒരു വാശിപ്പുറത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. ഷർട്ട് ഇടാത്ത എന്താണെന്ന് ചോദിക്കും. ഷർട്ട് വേറെ ഒന്നല്ല, അതെ കീറി 3 ദിവസമായി മുഷിച്ച് 4 ഷർട്ടൊക്കെ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെള്ളം കാട്ടരുവിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്, അവിടെ ചെന്നിട്ട് ഷർട്ട് അലക്കിയിട്ട് വേണം ഈ ഷർട്ടൊക്കെ ഒന്ന് ഇടാൻ. അപ്പം ഞാൻ ആദ്യം ഈ കാടുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഏകാന്തവാസം അനുഷ്ഠിക്കുവാനായി സ്നേഹനമ്പരത്തിൽ കഴിയുന്ന കാനനം. സ്വപ്നഗോപുരങ്ങൾ തച്ചുടച്ചെങ്കിലും മാളിക മുകളിരുന്നാലും ഏകാന്തമാകുന്ന ഈ വനത്തിൻ സുന്ദരമായിടും സൗന്ദര്യം ആരാൽ ആസ്വദിക്കുവാനാകില്ല എങ്കിലും സത്യമെന്ന പൊരുൾ നിങ്ങൾ അറിഞ്ഞിടുവിൻ. അപ്പോൾ കാടിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവേശത്തിന് ഞാൻ ഇവിടെ കയറി ഇവിടം വരെ എത്തിയെങ്കിലും ഇനിയിപ്പോൾ തിരിച്ചെങ്ങനെ ഇറങ്ങും എന്നുള്ള ചിന്താഗതിക്കാരനാണ്. ഇപ്പോൾ ആദ്യം എനിക്ക് ആവശ്യം, ഇപ്പോൾ അവിടെ ഒത്തിരി അരുവി ഉണ്ടായിരുന്നു, അവിടെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി. അവിടെ നിന്ന് തന്നെ അരുവിയിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ചു. ഭക്ഷണം കഴിച്ചില്ല. 3 days ഭക്ഷണം കഴിക്കാണ്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതിനിടയിൽ എന്താണ്ടൊക്കെ പുല്ലൊക്കെ ഞാൻ പൊട്ടിച്ച് തിന്നു സത്യത്തിൽ. പക്ഷെ ഇപ്പോഴും ചത്തിട്ടില്ല കേട്ടോ, ജീവനോടെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇന്ന് കാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് വന്ന വഴിയൊന്നും കൃത്യമായ ലക്ഷ്യമൊന്നുമില്ല, എങ്കിലും ഞാൻ തിരിച്ചിറങ്ങണ്. ഇതിനിടയിൽ ആനയുടെ പാടുകളും ആന ചവിട്ടി ഓടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പറയണമെന്നല്ല കേട്ടോ, ഇത് തമാശയ്ക്ക് നേരം പോക്കിനും പറയണമെന്നല്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഇത് കണ്ട, ഇത് ഇന്നലെ രാത്രി ഇവിടെ ആന ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ രാത്രി ചവിട്ടി കാണിച്ചിട്ടുള്ളതാണ് സംഭവം. ഇതണ്ട എടുക്കണണ്ട, ഞാനൊരു കാൽപ്പാടുകൾ ഞാൻ കാണിച്ചു തരാം. ഇതണ്ട കണ്ടാ, ആൻ്റെ കാൽപ്പാടൊക്കെ ഇനി കാണുന്നത്. ഇതിലൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്തെന്നായാലും. ഇന്നലെ രാത്രിയിലത്തെ അഭ്യാസം തോന്നുന്നുണ്ട്. മരം ഒന്നും ഉണങ്ങിയിട്ടൊന്നും പോലും ഇല്ല. പക്ഷേ എന്ന് വെച്ച് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവേശത്തിന് ഇങ്ങോട്ട് കയറി ഇനിയിപ്പോൾ പേടിച്ചിട്ടിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എന്താ പറയുക, പറക്കാനൊന്നും പറ്റില്ല, ഹെലികോപ്റ്ററൊന്നും പറ്റില്ല. ഇവിടെ ഹെലികോപ്റ്ററൊക്കെ വരും എന്നുള്ള അതിമോഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്ലെയിൻ പോലും പോകണം ഞാൻ കണ്ടിട്ടില്ല ഈ കാടിൻ്റെ മേലെ കൂടെ. ഞാനിപ്പോൾ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അത് എവിടേക്ക് എത്തും എങ്ങനെ എത്തും എന്നൊന്നും എനിക്കൊരു നിശ്ചയമില്ല. ശരി, ഞാൻ വീഡിയോ ഓഫ് ചെയ്യണം. അധികം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇനി നല്ല വല്ല ദൃശ്യങ്ങളിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. വീണ്ടും അടുത്ത വീഡിയോ ഉണ്ടാവും.